ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രവിയേട്ടൻ അങ്ങനെ ഇരുന്ന് ഓരോരുത്തർക്ക് എത്ര രൂപ തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മക്കൾ പൈസ പറഞ്ഞു. മരുമക്കൾ പറയുമ്പോൾ മരുമക്കളുടെ കാശൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അച്ഛാ, എന്നാലും ഇത് അങ്ങനെയല്ലല്ലോ, മോൾ ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടെന്ന് രേവതിയോട് പറയാം. നിങ്ങൾ തന്നാലും ഞാനത് വാങ്ങിക്കില്ല എന്ന്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എല്ലാവരും പൈസ എൻ്റെ കൈ കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയെന്ന്. അതൊന്നും വേണ്ട, നിങ്ങൾ തരുന്ന പൈസ കൃത്യമായി എൻ്റെ കയ്യിൽ തന്നെ തരണം, ഇവരുടെ കയ്യിൽ കൊടുക്കരുതെന്ന് അച്ഛൻ പറയുമ്പം ഒരിക്കലും കൊടുക്കില്ല അച്ഛൻ എന്ന് സച്ചു പറഞ്ഞു. അപ്പം ശ്രീകാന്ത് ഇങ്ങനെ കളിയാക്കി ചിരിക്കുക. അല്ല അച്ഛൻ, മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇതുവരെ ചെലവിന് ആരോടും കാശൊന്നും ചോദിച്ചിട്ടുമില്ല, ഇതുവരെ കണക്കും പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ, നീ പഠിക്കുന്ന കാലത്ത് ചോദിക്കുമ്പോൾ അച്ഛൻ കാശ് തരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അച്ഛനൊന്ന് ചോദിക്കുമായിരുന്നോ? അച്ഛനിപ്പോൾ കാശ് ചോദിച്ചപ്പോൾ അത് എന്തിനാണെന്ന് നിനക്കറിയണോ അല്ലേ എന്ന് സച്ചി ചോദിച്ചു. അല്ല അത് പിന്നെ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പോൾ ചന്ദ്രമതിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക കലി കയറി. എടാ, കൂടുതൽ ചോദ്യം പറച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാ മാസവും 5-ാം തീയതിക്കകം നീ അച്ഛനെ കാശ് ഏൽപ്പിച്ചിരിക്കണം. ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുക്കും, ഞാൻ തരും അച്ഛാ, ഞാൻ തരും എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതെ, ഒരു മുറി പ്രശ്നത്തിലാണ് തുടങ്ങിയത്, അതിനെക്കുറിച്ചൊന്നും പറയാതെ ഇപ്പോൾ എന്തിനാ ഈ കണക്കൊക്കെ ഇവിടെ എഴുതി വെക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ എല്ലാവരോടും പറഞ്ഞോളാമെന്ന് രവിയേട്ടൻ പറഞ്ഞു. അങ്ങനെ രവിയേട്ടൻ ഇങ്ങനെ ആ പൈസയും പിരിക്കുന്ന കാര്യവും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അപ്പോൾ എന്തായിരിക്കും എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ആലോചനയിൽ മുഴുകിയിരിക്കുക. എടാ ശ്രീകാന്തേ, നിനക്ക് നല്ല ശമ്പളം ഉണ്ടല്ലേടാ എന്ന് ചോദിച്ചു. അതെന്താ? അല്ല, അച്ഛൻ ചോദിച്ച ഉടനെ നീ 10,000 രൂപ തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ഏട്ടാ, എനിക്ക് അത്ര വലിയ ശമ്പളമൊന്നും ഇല്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. വർഷം കൂടെ ജോലിക്ക് പോകുന്നതുകൊണ്ടാ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. പിന്നെ നീ എന്തിനാ അച്ഛന് 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്? അത് കേട്ടപ്പോൾ പിന്നെ സുധേരനെ പോലെ ആലോചിച്ച് കണക്ക് കൂട്ടി ഞാൻ കൊടുക്കണമെന്ന് ചോദിച്ചു ശ്രീകാന്ത്. അച്ഛൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുക്കണം. അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ? അല്ല, എന്തിനാ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നതെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. അത് വീട്ടു ചെലവിന് വേണ്ടി വാങ്ങുന്നതല്ല എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പാ. പിന്നെ എന്തിനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് സംശയം? അല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം റൂമാണല്ലോ. ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന 3 റൂമും നമുക്ക് 3 പേർക്കും തന്നിട്ട് അച്ഛൻ അമ്മയെയും കൂട്ടി വേറെ എവിടേക്കോ പോകാൻ പ്ലാൻ ഇടുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയമെന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി ഒന്നും ഞെട്ടി. അപ്പോൾ വേറെ എവിടെ പോകാനാ? അല്ല, അത് പിന്നെ വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാനാണെങ്കിലോ, അതിനു വേണ്ടി ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്. എൻ്റെ ചെറിയൊരു സംശയമാണ് കേട്ടോ എന്ന് പറയുമ്പം, നിന്റെ സംശയം ഞാൻ ഇപ്പം തീർത്ത് തരാടാന്ന് പറഞ്ഞു സച്ചി എന്ന് ശ്രുതിയെ പിടിച്ചു. അപ്പോഴേക്കും ശ്രീകാന്ത് ഇടയ്ക്ക് കയറി. എന്താ സച്ചേട്ടാന്ന് ചോദിച്ചു. അപ്പം നീ എന്തിനാണ് എന്നെ തല്ലാൻ വരുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ എന്ന് ശ്രുതി. അപ്പോൾ എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ അവരെ രണ്ടുപേരെ എങ്ങോട്ടേക്കും വിടില്ലടാന്ന് സച്ചി അന്നേരം പറയുക. നിനക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നുന്നുണ്ടല്ലോടാന്നും പറഞ്ഞ് സച്ചി ശ്രുതിയോട് ദേഷ്യപ്പെട്ടു. എടാ, എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കടാ, വീട് വിട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ എന്ന് പറയുമ്പോൾ, ഈ വീട് വിട്ടിട്ട് കൂടുതൽ മുറിയുള്ള വേറെ വീട് വാങ്ങണം, എങ്കിലേ ഇവിടുത്തെ റൂം പ്രശ്നം മാറുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ എനിക്ക് മാസ്റ്റർ ബെഡ്റൂം തന്നെ വേണമെന്ന് ശ്രുതി. എന്നും പറഞ്ഞ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ മരവാഴയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന്. അപ്പം നിന്റെ കാര്യത്തെപ്പറ്റി മാത്രമേ നിനക്ക് ചിന്തയുള്ളല്ലേടാ. ഈ വീട് വിറ്റ് വേറൊരു വീട് വാങ്ങിക്കുന്നതിനെ പറ്റി ആരും ആലോചിക്കണ്ട, എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ തന്നെ കഴിയാമെന്നും സച്ചി പറയുക. പിന്നെ റൂമില്ലാത്തത് എനിക്കും രേവതിക്കുമാണല്ലോ, ഞങ്ങളത് സഹിച്ചോളാമെന്നും സച്ചി പറഞ്ഞു. എല്ലാവർക്കും എല്ലാ കാലമൊന്നും ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. കാലത്തിനനുസരിച്ച് നമ്മളെല്ലാം മാറണം. ഞാനിപ്പോൾ തന്നെ ഒരു ബിസിനസ്സുകാരനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെയല്ല, കുറച്ചധികം ബ്രാഞ്ചസൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ മൾട്ടി മില്യണർ ആകും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എനിക്ക് അപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഒരു വീടൊക്കെ വേണ്ടേ എന്നൊക്കെ ശ്രുതി ചോദിച്ചപ്പോൾ, എടാ, നമ്മൾ എത്ര വളർന്നാലും അച്ഛനെയും അമ്മയെയും മറക്കാൻ പാടില്ല എന്ന് സച്ചി പറയാം. അച്ഛനെയും അമ്മയെയും വിട്ടു പോകാൻ എങ്ങനെ തോന്നുന്നടാ? നീയൊക്കെ ഒരു മകനാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പപ്പ അടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. എടാ, എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് എനിക്ക് ജീവിക്കണ്ടേടാ. ഞാൻ നിന്നെപ്പോലെ ഒരു ഡ്രൈവറാണോ? കുറേ ആയി നീ ഡ്രൈവർ എന്ന് പറഞ്ഞു. ഡ്രൈവർക്ക് എന്നടാ കുഴപ്പം? നിന്നെക്കാളും ഒട്ടും താഴെയല്ല ഞാൻ. നീ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടേ കാലം കുറേ ആയെന്ന് കാര്യം സച്ചി പറയാം. മറ്റൊരാളുടെ പ്രൊഫഷനെ കുറച്ച് കാണരുതെന്ന് സുധേനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലെന്ന് ശ്രീകാന്തും ചോദിച്ചു. എടാ ശ്രീകാന്തേ, ബിസിനസ് നന്നായി ചെയ്താൽ ഞാൻ പടിപടിയായിട്ട് ഉയരും, ഒരു മൾട്ടി മില്യണർ ആകും. ഇവൻ വെറും ഡ്രൈവർ അല്ലേ, ഡ്രൈവർ. പോയാലും വന്നാലും ഇവൻ എവിടം വരെ എത്തും എന്നൊക്കെ സച്ചിയെ കളിയാക്കുക.
കാർ ഡ്രൈവർക്ക് വേണമെങ്കിൽ മാക്സിമം പോയാൽ ഒരു ലോറി ഡ്രൈവർ വരെ ആകാം, അതിനപ്പുറം ഒന്നും ഉയരാൻ ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, എടാ ജീവിതാവസാനം വരെ ഞാൻ കാർ ഓടിച്ച് തന്നെ ജീവിക്കും, എനിക്കതിൽ ഒരു വിഷമവും സന്തോഷമേ ഉള്ളൂ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഞാൻ അധ്വാനിച്ചിട്ടാടാ ജീവിക്കുന്നേ, അമ്മായിയച്ഛൻ്റെ കാശിനല്ലേടാ നീ ബിസിനസ് തുടങ്ങിയത്. വീമ്പ് പറയുന്നത് കേട്ടാൽ തോന്നും നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാ നീ ഇതെല്ലാം തുടങ്ങിയതെന്ന്. അപ്പം അത് പിന്നെ എനിക്കും കഴിവുണ്ട്, അതറിയാവുന്ന എൻ്റെ അമ്മായിയച്ഛൻ എന്നെ വിശ്വസിച്ച് എനിക്ക് കാശ് അയച്ചു തന്നു. പിന്നെ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് നിനക്കൊന്നും കിട്ടിയില്ല, ഇനിയിട്ട് കിട്ടത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി അതിനും കളിയാക്കുക. അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ. പിന്നെ വേണമെങ്കിൽ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് 2 സഞ്ചി പൂ തന്നു സഹായിക്കും. അതിനുള്ള കഴിവൊക്കെ അവർക്കും ഉള്ളൂ. നീ വേണമെങ്കിലേ അതിൽ നിന്ന് 2 പൂവെടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് നടന്നു. അപ്പം എൻ്റെ രേവതിയുടെ വീട്ടുകാരെ പറഞ്ഞു ഞാൻ അടിച്ചു തന്നെയാണെന്ന് പറഞ്ഞു സച്ചി അങ്ങ് ചെന്നു. അപ്പം നിങ്ങൾ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു. ശ്രീകാന്തി ചെന്നു. അപ്പം ഇവരല്ലേ കാണിക്കുന്നതെന്ന് സുധി ശ്രീകാന്തിനോട് ചോദിച്ചു. എടാ ഞാൻ വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയതിൻ്റെ അസൂയ ഇവനൊരു പൂക്കാരി പെണ്ണിനെയല്ലേ കിട്ടിയുള്ളൂ. എന്താടാ എൻ്റെ രേവതിക്ക് ഒരു കുറവൊന്നും സച്ചി എന്തായാലും ചോദിച്ചു. അവൾ അധ്വാനിച്ച് ജീവിക്കുന്നവളാ, നിന്റെ ഭാര്യ പോലെ ഫ്രോഡൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പം ദേ എൻ്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഒന്ന് സുധി, നിനക്കും അറിയാം, എനിക്കത് പറഞ്ഞുകൂടാ അല്ലേ എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു. ഇനി എൻ്റെ രേവതിയെക്കുറിച്ചോ അവളുടെ വീട്ടുകാരെക്കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നതാണ് സുധി, കാണണോടാ നിനക്കൊന്ന് ചോദിച്ചുകൊണ്ട് സുധി അടിക്കാനായിട്ട് ചെന്നു സച്ചി. കാണണോന്ന് പറഞ്ഞ് നിൽക്കുകയാണ് സുധി. ഈ സമയത്ത് ശ്രീകാന്ത് പണിപ്പെട്ട് 2നെ അപ്പുറവും ഇപ്പുറവും ആക്കി നിർത്തി. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. സ്വസ്ഥമായിട്ടൊന്ന് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെയും വഴക്ക്. നിങ്ങൾ 2 പേരും കൂടെ തോറ്റല്ലോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെടുക. ഇനി ഇവനെ ഇരിക്കുന്നിടത്തേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു സച്ചി. നീ ഇരിക്കുന്നിടത്തേക്ക് ഞാനും വരില്ല എന്ന് സുധി പറയുമ്പോൾ നീ വരണ്ടടാന്ന് പറഞ്ഞു സച്ചി. അത് തന്നെയാണോ നല്ലതെന്നും പറഞ്ഞു. നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും സുധിയും കൂടെ വഴക്കുണ്ടാക്കി സുധി അങ്ങ് കയറിപ്പോയി. സച്ചി ഇങ്ങോട്ടും പോയി. അപ്പോൾ എൻ്റെ ദൈവമേ സച്ചിയേട്ടാ എന്തൊരു കഷ്ടം ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ വർഷം വരും. ചേച്ചി വിശ്രമിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോൾ കണ്ടാലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ദിവസം 3 നേരം കുക്ക് ചെയ്യണം. എൻ്റെ അമ്മോ എനിക്കൊന്നും ആലോചിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ വർഷം പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് മടുപ്പൊന്നും തോന്നുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യുമ്പോൾ മടുപ്പൊക്കെ തോന്നും, മറ്റുള്ളവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോഴേ എനിക്കത് തോന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചിക്ക് നല്ല എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ എനർജി മാത്രമല്ല നല്ല കാശും ഉണ്ട് കയ്യിൽ എന്ന് ശ്രുതി അന്നേരത്തേക്കും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇടയിലേക്ക് വരിക. അപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടോ. അപ്പം എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? അല്ല അങ്കിളി ചോദിക്കാതെ തന്നെ നീ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അത് കേട്ടപ്പോൾ ശ്രുതി കൈന്നേരം കാശൊന്നുമില്ല, അച്ഛൻ 3 മക്കളോടും കാശ് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞെന്നേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കൊന്ന് തോന്നി, അത്രേ ഉള്ളൂ. അങ്കിളിൻ്റെ മുന്നിൽ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കാതെ തന്നെ നീ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് രേവതിയോട് ചോദിക്കുമ്പം ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ അച്ഛൻ്റെ മുന്നിൽ നല്ല കുട്ടി തന്നെയാണ് ശ്രുതി. ഇപ്പോൾ കാശ് കൊടുത്ത് നല്ല കുട്ടിയാവാൻ അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കേട്ടോ എന്നും രേവതി ശ്രുതിയോട് പറഞ്ഞു. അദ്ദേഹം എന്നെ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാ കരുതുന്നതെന്നും രേവതി അന്നേരം പറഞ്ഞു. പിന്നെ എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുക ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്. അല്ല നീ എന്തൊക്കെയോ മാസാമാസം ചെറിയൊരു തുക പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ, അമ്മയുടെ മുന്നിൽ നല്ല കുട്ടിയാകാൻ വേണ്ടിയിട്ടാണോ നീ ആ കാശ് കൊടുക്കുന്നത് എന്ന് രേവതി തിരിച്ചു ചോദിച്ചപ്പോൾ വിളിച്ച അമ്മി ആ വിഷയം വിട്ടുകളയുന്നേ, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ കാശ് അങ്കിള് വേണ്ടാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താണെന്ന് വർഷ ചോദിക്കാം. അതെ എടുത്ത ചാടി അങ്ങനെ ഓരോന്ന് പറയരുത് രേവതി. മരുമക്കൾ കാശ് തരണ്ട എന്ന് അങ്കിള് പറഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞില്ല എന്ന് തന്നെ വെക്കുക. അല്ല നീ എങ്ങനെ കാശ് കൊടുക്കും? എങ്ങനെ കൊടുക്കും അത് പറയാൻ ശ്രുതി പറയാം. എനിക്ക് പാർലറിൽ നല്ല വരുമാനമുണ്ട്, ശ്രുതിക്ക് 1000 രൂപ പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. നാളെ അത് ചിലപ്പോൾ ലക്ഷങ്ങളാകും. ഞങ്ങൾ പറഞ്ഞ കാശ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എന്നാ സച്ചിയും രേവതിയും പറഞ്ഞ കാശ് എങ്ങനെ കൊടുക്കും എന്ന് ശ്രുതി ചോദിച്ചപ്പം എന്തേ ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലേ എന്ന് രേവതി അന്നേരം ഇവളോട് ചോദിച്ചു. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക് രേവതി എന്ന് ശ്രുതി അന്നേരം പറയാം ഈ രേവതിയോട്. എല്ലാ ദിവസവും നിന്റെ പൂക്കളെല്ലാം വിറ്റു പോകുന്നുണ്ടോ? പോകുമോ? സച്ചിക്ക് എല്ലാ ദിവസവും ട്രിപ്പ് കിട്ടുമോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിച്ച് കളിയാക്കുക. ചില ദിവസങ്ങളിൽ വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാശൊക്കെ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചപ്പം ശ്രുതി എല്ലാ തൊഴിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നിന്റെ ഹസ്ബൻഡിൻ്റെ ഷോറൂമിൽ എല്ലാ ദിവസവും കച്ചവടം നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പം തന്നെ ചില ദിവസങ്ങളിൽ അദ്ദേഹം നീച്ചയാട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടെന്ന കാര്യം രേവതി അന്നേരം പറഞ്ഞു. അപ്പോൾ വർഷയ്ക്ക് ചിരി വന്നു. വർഷം ഇങ്ങനെ വാ പൊത്തി പിടിച്ച് ചിരിക്കുക. പിന്നെ നീ നടത്തുന്നത് ചെറിയൊരു ബ്യൂട്ടി പാർലർ അല്ലേ, അല്ലാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കൊന്നും അല്ലല്ലോ ഓന്ന് ചോദിച്ചു.
പാർലറിൽ കസ്റ്റമേഴ്സ് വന്നാലല്ലേ നിനക്കും വരുമാനം ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് വലിയൊരു തുക വരുമാനമുണ്ട്, അതുകൊണ്ട് ചില ദിവസങ്ങളിൽ കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്നും പറഞ്ഞ് ശ്രുതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയ വരുമാനമല്ലേ ഉള്ളൂ, ചില ദിവസങ്ങളിൽ ഓട്ടം കിട്ടിയില്ലെങ്കിലോ ആരും വാങ്ങിച്ചില്ലെങ്കിലോ നിങ്ങൾ കഷ്ടത്തിലാവില്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുക. പറഞ്ഞ കാശൊന്നും കൊടുക്കാനും പറ്റത്തില്ലല്ലോ, അപ്പം ഞങ്ങൾക്ക് ചെറിയ വരുമാനം ഉള്ളെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് രേവതി അന്നേരം ചോദിച്ചു. എല്ലാ ദിവസവും നിനക്ക് ഞങ്ങൾ കണക്ക് തരുന്നുണ്ടോയെന്നും ശ്രുതിയോട് രേവതി ചോദിക്കുക കേട്ടോ. പിന്നെ ദേ പൂ കെട്ടി ഞാൻ കാറ് വാങ്ങിച്ചിരുന്നു, നീ ഇതുവരെ ആയിട്ടും എന്ത് കുന്തോ വാങ്ങിയതെന്ന് രേവതി അന്നേരം ശ്രുതിയോട് തിരിച്ചു ചോദിക്കുക. അവിടെയും ശ്രുതിക്ക് പണി കിട്ടി. ഉറക്കം തൂങ്ങിയായി നിന്റെ ഹസ്ബൻഡ് എപ്പം മുതലാ ജോലി ചെയ്യാൻ തുടങ്ങിയത്? അതുവരെ സച്ചേട്ടൻ കൊണ്ടുവന്നത് ആ വെട്ടി വിഴുങ്ങിയിരുന്നത് അറിയാവോന്ന് ചോദിച്ചു. ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുക. അവളെ അവിടെ ഇട്ടിട്ട് തുടുത്തു രേവതി. 10,000 കൊടുക്കാന്നാ സച്ചേട്ടൻ പറഞ്ഞത്. വലിയ ബിസിനസ്മാനായ നിന്റെ ഹസ്ബൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞതേ വെറും 8,000 രൂപയായി. 8,000 രൂപ എന്നിട്ടാ വന്ന് വലിയ വീമ്പ് പറയുന്നതെന്ന് പറഞ്ഞ് രേവതി അവളെ വായ അടപ്പിച്ചു. മറ്റുള്ളവർ ദാനം നൽകിയ കാശ് കൊണ്ട് ജീവിക്കുന്നവനാണ് നിന്റെ ഹസ്ബൻഡ്. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ജീവിക്കുന്നതേ നല്ലവണ്ണം അധ്വാനിച്ചിട്ട് തന്നെയാണെന്ന് രേവതി പറയുമ്പോൾ രേവതി ചേച്ചി കൂൾ എന്ന് വർഷ പറഞ്ഞു. ശ്രുതി വടി കൊടുത്ത് അടി മേടിച്ച് നിൽക്കുക. ഇവരുടെ ഹസ്ബൻഡ് ഇന്ന് വരെ ഈ വീട്ടിൽ 5 രൂപ പോലും കൊടുത്തിട്ടില്ല എന്നും എന്നിട്ടും വലിയ പൊങ്ങച്ചം പറയുന്നതിനോ ഒരു കുറവുമില്ല എന്ന് രേവതി. ഇനി മുതൽ കൊടുക്കും എന്ന് ശ്രുതി. കൊടുക്കും അത് കണ്ടറിയണമെന്നും ശ്രുതി അന്നേരം പറഞ്ഞു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാതിരുന്നാൽ മഹാഭാഗ്യം പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് അത് ഉദ്ദേശിച്ചില്ല. ശ്രുതി ചേച്ചി വടി കൊടുത്ത് അടി മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് വർഷ ചോദിച്ചു. ഇനി ഇവിടെ നിന്നാലേ ഒറിജിനൽ അടി എളുപ്പം കിട്ടും. രേവതി ചേച്ചി കുക്കിയായിട്ട് വന്ന ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് വർഷ ഇങ്ങ് പോകുന്നു. രേവതി അവിടെ നിന്ന് ജോലി ചെയ്യുക. ഇത് കഴിഞ്ഞു നമ്മുടെ രേവതിയും സച്ചിയും മുകളിൽ ടെറസിൽ കിടക്കുക. അപ്പോൾ രേവതി നല്ല ഉറക്കമാണ്. സച്ചി എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല ഉറക്കത്തില്ല, നല്ല ക്ഷീണം കാണും. സമയത്ത് അടുക്കളയിൽ കയറിയില്ലെങ്കിൽ അമ്മ വാളെടുക്കുമെന്നും രേവതിയെ നോക്കി ഇങ്ങനെ സച്ചി ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിയുടെ തലയിലൊക്കെ തലോടി നീ കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് സച്ചി അങ്ങ് പോയി. രേവതി നല്ല ഉറക്കം. അതിന് ശേഷം നമ്മൾ രേവതിയെ എഴുന്നേൽപ്പിക്കാതെ സച്ചി അടുക്കളയിൽ കയറി പുട്ടും കടലും ഉണ്ടാക്കാനായിരിക്കും രേവതി ഉദ്ദേശിച്ചതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കടല വെള്ളത്തിലിട്ടിരിക്കുന്നതും കണ്ട് പുട്ടുപൊടിയും കണ്ട് ഇങ്ങനെ സ്വയം പറയും. എന്നിട്ട് അടുക്കളയിൽ കയറി സടപടേന്നും പറഞ്ഞ് പാചകമൊക്കെ ചെയ്യും കേട്ടോ. എളുപ്പത്തിൽ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊക്കെ സച്ചി ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുവാ. ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, ഭാര്യ പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ പിന്നെ ചെയ്തല്ലേ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ പാവ സച്ചി ഞാൻ ചെയ്യാം. അപ്പോൾ പുട്ടുണ്ടാക്കി, ഇനി കടലക്കറി ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്ന് സച്ചി ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഫോൺ എടുത്ത് ശ്രീകാന്തിനെ വിളിക്കുക. ശ്രീകാന്ത് എഴുന്നേറ്റില്ലായിരുന്നു. അപ്പോൾ പതുക്കെ ഫോൺ എടുത്തിട്ട് ഹലോ ആരാന്ന് ചോദിച്ചു. ആരാണെന്നോ? നിൻ്റെ ഏട്ടൻ സച്ചിയാടാ. നീ ഉറക്കം ഇതുവരെ എഴുന്നേറ്റില്ല എടാന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ഏട്ടാ, കാര്യം പറ, എന്തിനേട്ടൻ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല ഏടാ, ഈ കടലക്കറി എങ്ങനെയാടാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. കടലക്കറിയോ? സച്ചേട്ടന് കടലക്കറി ഉണ്ടാക്കാൻ പോവാണോ എന്ന് ചോദിച്ചപ്പം അതെ, രേവതിക്ക് വയ്യടാ, അതുകൊണ്ട് ഞാൻ ഇന്ന് അടുക്കളയിൽ കയറിയടാ എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണ്ടേ, നിനക്കൊക്കെ കഴിക്കണ്ടേടാ എന്ന് ചോദിച്ചു സച്ചി. പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാം, ഇനി കടലക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു. അതാ നിന്നെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഏട്ടൻ എന്താ നീ അറിയാതെ പണിക്കാക്കാൻ നിൽക്കുന്നേ, എന്നാൽ നീ എഴുന്നേറ്റ് വാടാ, എന്നിട്ട് നീ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കെങ്ങും വയ്യാന്ന് ശ്രീകാന്ത് പറഞ്ഞു. എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. ഏട്ടൻ ഒരു കാര്യം ചെയ്യുക, ഇൻ്റർനെറ്റിൽ നോക്കാൻ പറഞ്ഞു. കടലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. എടാ അതിന് എനിക്ക് നീ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കണം, എന്നിട്ട് എനിക്ക് എല്ലാവരും ഒന്ന് ഞെട്ടിക്കണം. എടാ ഒന്ന് പറഞ്ഞതാടാ ശ്രീകാന്തേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു. കടലയ്ക്കുള്ള റെസിപ്പികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടോ എന്ന് പറഞ്ഞു മൂളി. ശരി ഇതൊക്കെ എനിക്ക് അറിയാടാ, എന്നാൽ പിന്നെ ഏട്ടൻ ആദ്യം ഇതൊക്കെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു, എൻ്റെ ഓർക്കവും നശിപ്പിച്ചു വെച്ചിട്ട് പോകുമെന്നും പറഞ്ഞു ശ്രീകാന്ത്. അപ്പോൾ ശരി എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സച്ചി അങ്ങ് അടുക്കളയിൽ കിടന്ന് നല്ല പണിയായി. ഈ സമയത്ത് രവിയേട്ടൻ നമ്മുടെ സച്ചിയുടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങളിവിടെ എന്തെടുക്കുക രവിയേട്ടാന്ന് ചോദിച്ചു. അപ്പം നീ എന്താ കണ്ടില്ലേ, കാറ് കഴുകുകയാണെന്ന് പറഞ്ഞു. എടീ, മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ ഒരു സുഖ ഒരു നിറമാണെന്ന് രവിയേട്ടൻ പറയുവാണ്. അതുകൊണ്ട് 2 ഗുണമുണ്ട് ചന്ദ്രയെ. ഒന്ന് സന്തോഷം കിട്ടും, മറ്റൊന്ന് ദൈവം തരുന്ന ആയുസ്. എന്നും പറഞ്ഞിരിക്കുക ചന്ദ്ര. അല്ല ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, മക്കളെ എങ്ങനെ ഇരുത്തുക എന്നുള്ളതാണല്ലോ, മക്കളെ പിരിക്കുക, ഇതൊക്കെയാണല്ലോ നിന്റെ ചിന്ത. ഈ വേദാന്തം പറിച്ചിലൊന്ന് നിർത്താവോ എന്ന് ചന്ദ്ര അന്നേരം രവിയേട്ടനോട്. ഇവൾ ഈ അടുക്കളയിൽ എന്തെടുക്കുക, എത്ര നേരമായി ചായ ചോദിച്ചിട്ടെന്ന് രേവതി എന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പെൺപിള്ളേർ നടന്നു വരുന്നത് പോലെ ചായയായിട്ട് നമ്മുടെ സച്ചി വരുന്നു. അച്ഛാ അതേ ചായ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ നോക്കുക. എടാ നീയോ,
അപ്പോൾ ചന്ദ്രമതിയും നോക്കി. ഇവനോ? അയ്യോ നീയോ? ആ ഞാൻ തന്നെ. എന്താ അമ്മേ? അമ്മയുടെ പൊന്നുമൻ സച്ചി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുണുങ്ങുന്നു. അപ്പോഴാണ് രേവതി എഴുന്നേറ്റ് വരുന്നത്. തലയിലെ തോർത്തൊക്കെ കെട്ടി നമ്മുടെ സച്ചി ഇങ്ങനെ, നീ എന്ത് കോലം കെട്ടിയിട്ടാണ് ഈ വന്നേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിന്ന് കാണിക്കുക. അപ്പോഴേക്ക് രേവതി ഇറങ്ങി വന്നു. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുവാണ്, രാജകുമാരി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളായിരിക്കും അല്ലേ? അപ്പൊ കാലത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി നീയാണല്ലേ എന്ന് ചോദിക്കുമ്പം അതെന്ന് സച്ചി അങ്ങ് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കേണ്ട അറപ്പ് പോലെ. അപ്പോൾ സച്ചിയേട്ടൻ ഇങ്ങനെ ഇന്ന് കുണുങ്ങും കേട്ടോ. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മോനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രമതി ഏതാണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.